ഇനി നമുക്ക് ട്രിബിൾ ഒന്ന് മാക്സിമം ആക്കി നോക്കാം. ഹായ് ഫ്രണ്ട്സ്, ജയശ്രീയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ ആണ്. ഓഡിയോഎക്സിൻ്റെ ഓഡിയോഎക്സ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ട്യൂട്ടറിൻ്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ, നമ്മളതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ബോക്സ് ഒന്നുമില്ല, ഇത് ഒരു വലിയ ബോക്സിൽ ഒരു 10 പീസോളം ആണ് വരുന്നത്. നമ്മൾ കടയിൽ ചെല്ലുമ്പോൾ നമ്മൾ ലൂസായിട്ട് വാങ്ങുകയാണ് ചെയ്യുന്നത്. അവർക്ക് അങ്ങനെ ബോക്സ് ഒന്നും കൊടുത്തിട്ടില്ല. എന്തായാലും നമുക്ക് പൊട്ടിച്ച് നോക്കാം. പൊട്ടിച്ചതിൻ്റെ വില എന്ന് പറയുന്നത് ഇച്ചിരി കോസ്റ്റ്ലിയാണ്. 240 രൂപയാണ് ഒരു സിംഗിൾ പീസിന്റെ വില എന്ന് പറയുന്നത്. സോ 240 റുപ്പീസിനാണ് നമുക്ക് ഓഡിയോക്സിന്റെ ഈ ട്യൂട്ടർ കിട്ടുന്നത്. മാഗ്നറ്റിക് ടൈപ്പ് മോഡലാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് അതിന്റെ മോഡൽ നമ്പർ നോക്കാം. മോഡൽ നമ്പർ എന്ന് പറയുമ്പോൾ AX3300 എന്ന് പറയുന്ന മോഡലാണ് ഓഡിയോക്സിന്റെ ട്യൂട്ടർ. ഫ്രണ്ടിൽ നോക്കുമ്പോൾ തന്നെ നല്ല പ്രീമിയം ക്വാളിറ്റി. അതായത് നമുക്ക് ഒരു 4 ഇഞ്ച് വൂഫറും ഈ ട്യൂട്ടറിൽ വെച്ച് നമ്മൾ ഒരു ബോക്സ് പണിഞ്ഞാൽ നല്ല പ്രീമിയം, ഒരു സ്റ്റുഡിയോയിലൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ബോക്സിന്റെ ഒരു പ്രീമിയം ഫീൽ നമുക്ക് കിട്ടും. എന്നാലും നമുക്ക് അടുത്ത പീസ് കൂടി നമുക്കൊന്ന് എടുത്ത് നോക്കാം. ഓഡിയോക്സിന്റെ വൂഫർ ആയാലും സ്പീക്കർ ആയാലും അത്യാവശ്യം വില വരുന്നുണ്ട്. അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്രൊഡക്ട്സ് ആണ് ഓഡിയോക്സിന്റെ പ്രൊഡക്ട്സ്. ഇപ്പോൾ വൂഫർ ആയാലും സ്പീക്കർ ആയാലും സബ് വൂഫർ ആയാലും അവരെല്ലാം അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടായിരിക്കും നമുക്ക് വരുന്നത്. 240 റുപ്പീസാണ് സിംഗിൾ പീസിന്. ഒരെണ്ണത്തിന് 240 റുപ്പീസാണ്, പെയറല്ല, ഒരെണ്ണത്തിന് 240 റുപ്പീസ്. സോ ഇനി എൻ്റെ ഒരു ഡിസൈനും അതിലെ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ഇത് മെറ്റലാണെന്ന് തോന്നിക്കെങ്കിലും സംഭവം പ്ലാസ്റ്റിക് ആണ്. ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അവർ ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ അവർ അതിൻ്റെ പോസ്റ്റ് നെഗറ്റീവ് അവർ അടയാളപ്പെടുത്തിയിട്ടില്ല. അത് അടയാളപ്പെടുത്താമായിരുന്നു. എനിവേ അത്യാവശ്യം കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല കിടിലം ഫീൽ വരുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന സ്ക്രൂ അത്യാവശ്യം സ്റ്റാൻഡേർഡ് സ്ക്രൂ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി ഫിനിഷിങ്ങിലുള്ള ഒരു ബോക്സ് നമുക്ക് കിട്ടും. അത്രയും ഫിനിഷിംഗ് ആയിരിക്കും. ഞാൻ വെച്ച് നോക്കിയതാണ്. അപ്പോൾ ഞാനിത് വാങ്ങിയ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ബോൾട്ടന്റെ ഒരു 4 ഇഞ്ച് വൂഫർ സ്പീക്കർ, ഒരു ഡുവൽ കോൺ ഒക്കെ വരുന്ന ഒരു വൂഫറും കൂടി വെച്ച് ഒരു കൊച്ചു ബോക്സ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിയത്. അതിന്റെ അൺബോക്സിംഗ് വീഡിയോ ബോൾട്ടന്റെ 4 ഇഞ്ച് വൂഫറിന്റെ അൺബോക്സിംഗ് വീഡിയോ നമ്മുടെ ചാനലിൽ ഉടനെ ഇടുന്നതായിരിക്കും. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. വീഡിയോ അപ്ഡേറ്റ് ഉടനെ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ബോൾട്ടന്റെ പല വൂഫേഴ്സിന്റെ അൺബോക്സിംഗ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതുപോലെ പല വൂഫേഴ്സിന്റെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ കയറി നോക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. സോ അത്യാവശ്യം വെയിറ്റേ ഉള്ളൂ. പിന്നെ മാഗ്നറ്റ് വരുന്ന ടൈപ്പ് ട്യൂട്ടറാണ്. രണ്ടും ഒരേപോലെ തന്നെ ഉണ്ട്. അതായത് ബ്രാൻഡിന്റെ ആ ഒരു ക്വാളിറ്റിയാണ് കാണിക്കുന്നത്. സാധാരണ ലോക്കൽ ബ്രാൻഡൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അപ്പം ഒരു സിമെട്രി ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഇതിൽ അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഇതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്ത് നോക്കാം, പെർഫോമൻസ് എങ്ങനെയുണ്ടെന്നുള്ളത്. ഹൈ ഫ്രീക്വൻസി എങ്ങനെ ഇത് പുറത്തേക്ക് വരുന്നത്, ചെലമ്പലുണ്ടോ അല്ലെങ്കിൽ ആവശ്യമില്ലാതെ നമ്മുടെ വോയിസ് കയറി വരുന്നുണ്ടോ. ട്യൂട്ടറിൽ വോയിസ് കയറി വരാൻ പാടില്ല. ഹൈ ഫ്രീക്വൻസി ചില്ലുള്ള ശബ്ദം മാത്രമേ കയറി വരാൻ പാടുള്ളൂ. അത് എങ്ങനെയാണ് ഇതിന്റെ പെർഫോമൻസ് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഗായ്സ്, നമുക്ക് ഇതിന്റെ പെർഫോമൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓഡിയോക്സിന്റെ ട്യൂട്ടറിന്റെ. സോ നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന ആംപ്ലിഫയർ 4040 SM അഹൂജയുടെ ഇതിന്റെ റിവ്യൂ നമ്മൾ ഓൾറെഡി ചാനൽ ഇട്ടിട്ടുണ്ട്. സോ നമുക്ക് ഇതിന്റെ ഒരു ഹൈ ഫ്രീക്വൻസി പെർഫോമൻസ് എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ നോർമലി ട്രിബിൾ ബാസ് എല്ലാം നോർമലി ഇട്ടിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നോർമലി എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു സൗണ്ട് വരുന്നത്. നിങ്ങൾ ഹെഡ്ഫോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള അതിൻ്റെ ഒരു ഔട്ട്പുട്ട് അറിയാൻ പറ്റും. ഓഫ്കോഴ്സ് ഫോണിൽ കൂടെ നമുക്ക് അറിയാൻ പറ്റില്ലെങ്കിലും ഒരു ലെവൽ വരെ നമുക്ക് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് അറിയാൻ പറ്റും. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ട്രിബിൾ ഒന്ന് മാക്സിമം ആക്കി നോക്കാം. സോ ഗായ്സ്, അത്രേ ഉള്ളൂ ഇതിന്റെ ഒരു റിവ്യൂ എന്ന് പറയുന്നത്. നമ്മൾ അതിന്റെ പെർഫോമൻസ് ചെക്ക് ചെയ്ത് നോക്കി. അടിപൊളി പെർഫോമൻസ് ആണ് നമുക്ക് ഈ ഓഡിയോക്സിന്റെ ട്യൂട്ടറിൽ നിന്ന് വരുന്നത്. കറക്റ്റ്, അതായത് ഓവർ അല്ല എന്നാൽ കുറവല്ല, കറക്റ്റ് ആയിട്ടുള്ള
കറക്റ്റായിട്ടുള്ള ഹൈ ഫ്രീക്വൻസിയാണ് നമ്മൾ ഇതിനകത്ത് നിന്ന് പുറത്തേക്ക് വരുന്നത്. നമ്മൾ കേട്ടതാണ്, ഹെഡ്ഫോൺ വെച്ച് കേട്ടിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഹെഡ്ഫോൺ വെക്കാത്തവർ ജസ്റ്റ് ബാക്ക് ചെയ്ത് ഒന്നുകൂടി പോയി കേട്ട് നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും ബെറ്റർ ക്വാളിറ്റിയിലുള്ള ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് ഓഡിയോക്സിന്റെ ട്യൂട്ടറിൽ നിന്ന് വരുന്നത്. ഇനി നമുക്കിതൊരു ഒറിജിനൽ ഓഡിയോക്സ് ട്യൂട്ടർ തന്നെയാണോ എന്നുള്ള സംശയം ഉണ്ടാകാം എനിക്കും. കാരണം ഞാൻ ഓഡിയോക്സിന്റെ ട്യൂട്ടേഴ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല, ഇതിന്റെ ഫസ്റ്റ് ടൈം യൂസ് ആണ്. സോ ഇത് ഒറിജിനൽ ആണോ അല്ലെങ്കിൽ ഫേക്ക് ആണോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് സെക്ഷനിൽ ആഡ് ചെയ്യുക. കാരണം ഇത് ഇനി വാങ്ങാൻ പോകുന്നവർക്ക് അതൊരു ഉപകാരമായിരിക്കും. എനിവേ ഒറിജിനൽ ആണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഇതിന്റെ ഒരു പെർഫോമൻസിൽ സാറ്റിസ്ഫൈഡ് ആണ്. ഇനി നമ്മളിത് ഒരു ബോക്സിൽ സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ ഇടുന്നുണ്ട്. അത് വെക്കാൻ വേണ്ടി ബോൾട്ടന്റെ വൂഫർ വാങ്ങുന്നുണ്ട്. അതിന്റെ എല്ലാം വീഡിയോ നമ്മൾ ഉടനെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ, ഒരു ഇൻഫോർമേറ്റീവായിട്ട് തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു അഭിപ്രായം കമന്റ് സെക്ഷനിൽ ആഡ് ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്യുക. ഇനി ഇതുപോലുള്ള വീഡിയോസ് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.